ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും 20 കിലോമീറ്റർ മാറി തൊമ്മൻകുത്ത് വാട്ടർഫോൾസിനും ആനയടിക്കുത്തിനും അടുത്തായിട്ട് നിങ്ങൾക്ക് വളരെ പ്രൈവറ്റായിട്ട് ഏകദേശം 5 ഏക്കറോളം വിസ്താരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ താമസിക്കണമെങ്കിൽ മലകളുടെ താഴ്വാരം എന്നറിയപ്പെടുന്ന വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ദ വൈറ്റ് ഹൗസ് ഹോം സ്റ്റേയിലേക്ക് വായോ. അധികം ആളുകളൊന്നും അറിയപ്പെടാതെ കിടക്കുന്ന വണ്ണപ്പുറത്തിൻ്റെ ഉൾനാടൻ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാമത്തിൽ വന്നാൽ താമസിക്കാൻ പറ്റിയ ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ദ വൈറ്റ് ഹൗസ് ഹോം സ്റ്റേയിലേക്ക് പോയിട്ട് ആ ഒരു കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലാട്ടോ. നമ്മുടെ തൊമ്മൻകുത്തിന് പോകുന്ന വഴിയാണിത്. എനിക്കൊന്ന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ പറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ തൊമ്മൻകുത്ത് വാട്ടർഫോൾസും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ. ഇവിടെയാണ് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ആനയടിക്കുത്ത് അല്ലെ ആനചാടിക്കുത്ത് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്ന സഞ്ചാരികൾക്ക് താമസിക്കാൻ അടിപൊളിയായിട്ടുള്ള ഹോം സ്റ്റേ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അത്യാവശ്യം ഒരു വിസ്താരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിൽ ഇരിക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ നമുക്ക് ദ വൈറ്റ് ഹൗസ് എന്നാണ് ഹോം സ്റ്റേയുടെ പേര്. നമുക്ക് ആ ഹോം സ്റ്റേയുടെ കാഴ്ചയും പിന്നെ ഈ തൊമ്മൻകുത്ത് അല്ലെങ്കിൽ ആനയടിക്കുത്ത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള കുറേ നല്ല ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഉള്ള കിടിലൻ പ്ലേസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാടൊന്ന് കണ്ടാലോ. അതിൻ്റെ കൂടെ ഇവിടെ താമസിക്കാനുള്ള ഹോം സ്റ്റേയുടെ സൗകര്യം നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ ദ വൈറ്റ് ഹൗസ് എന്ന ഹോം സ്റ്റേയിലേക്ക് യാത്ര ചെയ്യാം. വാ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും ഏകദേശം 20-22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു തൊമ്മൻകുത്ത് ഭാഗത്തെത്താം. അവിടുന്ന് ദർഭത്തൊട്ടി എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമത്തിലാണ് ഈ ഒരു ഹോം സ്റ്റേ ഇരിക്കുന്നത്. നമുക്ക് ഇത് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലാട്ടോ. നമ്മൾ മുന്നിൽ കാണുന്ന ആ മലകളുണ്ടോ, കുറേ നല്ല ഗ്രാമങ്ങളുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക്. അതെല്ലാം കണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ കാഴ്ചയുടെ ഒരു നിറകുടം തന്നെയാണ് ഈ ഒരു ഗ്രാമം നമുക്ക് ആയി കരുതി വച്ചേക്കുന്നത്. നമ്മൾ നേരെ തൊമ്മൻകുത്ത് വഴിയാണ് പോകുന്നത്. തൊമ്മൻകുത്തിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ പോയാൽ മതി. എടുത്തുകൊണ്ട് വലത്തേക്കാണ് തൊമ്മൻകുത്ത്, നമ്മൾ ഇടത്തേക്കാണ് പോകുന്നത്. ഇത് വണ്ണപ്പുറത്തിനുള്ള വഴിയാട്ടോ തൊമ്മൻകുത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ തൊമ്മൻകുത്തിൽ നിന്ന് ഇങ്ങോട്ട് അതായത് ഒരു കിലോമീറ്റർ ജസ്റ്റ് ഇങ്ങ് വന്നാൽ കേട്ടോ. ദർഭത്തൊട്ടി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ പുറകിലായിട്ട് കണ്ടോ മലമുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ഹോം സ്റ്റേയിലോട്ട് പോകുന്നത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ദ വൈറ്റ് ഹൗസ് ഹോം സ്റ്റേ എന്ന് കേട്ടോ. അപ്പം ഈ വഴിക്കൂടെ നേരെ അങ്ങ് പോയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ ഹോം സ്റ്റേയിലോട്ട് പോകാം. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. അവിടെ ചെന്നതിന് ശേഷം അവിടെ ഹോം സ്റ്റേയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്രാമം ഒന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതുപോലെയുള്ള തിങ്ങി നിറഞ്ഞിട്ടുള്ള റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലൂടെയാട്ടോ. നല്ല രസമാണ് റബ്ബർ തോട്ടത്തിൻ്റെ അകത്തോട്ടുള്ളൊരു വഴി. ശരിക്കും പറഞ്ഞാൽ വളരെ പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് താമസിക്കാൻ പറ്റിയൊരു കിടിലൻ പ്രോപ്പർട്ടി തന്നെയായിട്ടത്. കാരണം വെച്ചാൽ വിശാലമായിട്ടുള്ളൊരു വലിയൊരു പറമ്പിൻ്റെ നടുക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. കണ്ടോ, എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് ദ വൈറ്റ് ഹൗസ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞ്. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കാർ നേരെ ഇല്ല തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം റോഡിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കാറ് പോണ വഴി തന്നെ കേട്ടോ. നല്ല രസമല്ലേ ആ വഴി റബ്ബർത്തോട്ടങ്ങൾക്ക് നടക്കോടെ ഇങ്ങനെ പോകാൻ വേണ്ടി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് വലിയ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴല്ലോ ഒരു പ്രത്യേക ലോകത്തേക്ക് ചെല്ലുന്നൊരു ഫീലാട്ടോ നമുക്ക്. പിന്നെ ഇങ്ങനെ ഏക്കർ കണക്കിന് കന്നാര ഇങ്ങനെ വെച്ചേക്കും റബ്ബർ വെട്ടിയിട്ട്. കണ്ടോ, ചുറ്റും ഇങ്ങനെ കന്നാരത്തോട്ടങ്ങളാട്ടോ. കന്നാരത്തോട്ടത്തിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഹോം സ്റ്റേ ഇരിക്കുന്നത്. നല്ല രസമല്ലേ. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറം വനം കേട്ടോ. നമ്മുടെ വനത്തിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ല എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നോക്കി. വളരെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആട്ടോ ഇതിനകത്ത് വണ്ടി ഓടിക്കുമ്പോൾ. പക്ഷികളുടെ ഒരു കളകളാരവും മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മളിത് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ. അങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ചേട്ടൻ്റെ ഓടറിൻ്റെ പജീറൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വിശാലമായിട്ടുള്ള കന്നാരത്തോട്ടത്തിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഹോം സ്റ്റേയുടെ ഉള്ളിൽ പോയിട്ട് ആ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. ബാ. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് പോയിട്ട് റൂമിലെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ കയറുമ്പോൾ തന്നെ പൊളിയാട്ടോ. ഇവിടെ മൊത്തം മലകളാട്ടോ. ആ സൈഡിൽ കണ്ടോ വിശാലമായിട്ടുള്ള മലയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ തൊട്ടപ്പുറത്ത് വനമൊക്കെയാണ്. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പോവാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ പ്രൈവസിയാണ്. കാരണം ഇതൊരു ഏകദേശം ഒരു 5 ഏക്കറോളം വിശാലമായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി കേട്ടോ. അതിൻ്റെ നടുക്കാണ് ഈ ഒരു പഴയ കാലത്ത് വീടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഒരു പഴയ കാലത്ത് ഏകദേശം ഒരു 19 വർഷം മേലുള്ള ഒരു പഴയ തറവാട്ടിലോട്ട് വന്ന ഒരു ഫീലാട്ടോ നമുക്ക് ഇവിടെ വരുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ നിർമ്മിതികൾ ഇതുപോലെ തന്നെ കാലത്തിൻ്റെ കുത്തൊഴുക്കിലൊന്നും പെടാതെ അവർ ഇതൊന്നും ഈ ഒരു തനിമ ചോരാതെ തന്നെ, ആ പഴയ കാലത്തിൻ്റെ തനിമ ചോരാതെ തന്നെ നിലനിർത്തിയേക്കണ അവർക്കൊരു ബിഗ് സല്യൂട്ട് കേട്ടോ. സ്വന്തം വീട്ടിലെങ്ങനെയാണ് താമസിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാം കേട്ടോ.
അപ്പം ഒരു ലക്ഷറി സെറ്റപ്പ് അല്ല, പക്ഷേ എങ്ങനെയാണോ ഒരു പഴയകാല തറവാടിനുള്ളിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു രീതിയിൽ ഇതിനുള്ളിലൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിസര പ്രദേശങ്ങളും ഒക്കെ ഒന്ന് കാണാം. നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇതൊരു 19 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു പഴയ തറവാടായിരുന്നു. അവർ നല്ല രീതിയിൽ അത് റിനോവേറ്റ് ചെയ്തെടുത്തുണ്ട് കേട്ടോ. പിന്നെയല്ല അവിടെ ഇവർ റബ്ബർ മരങ്ങളായിരുന്നു പണ്ട്, പക്ഷേ അത് മൊത്തം വെട്ടിയിട്ട് കന്നാര വെച്ചേക്കാണ്. ഇപ്പം റെംബൂട്ടാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്, പ്ലാവ് വെച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 വർഷം കൂടെ കഴിയുമ്പോൾ നല്ല പൊളി വൈബായിരിക്കും. നമ്മൾ ചില വീടുകളൊക്കെ കണ്ടാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുമെന്ന് കേട്ടില്ലേ, അതുപോലെയുള്ളൊരു വീടാണിത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഇവിടെ 3 റൂമാണ് കേട്ടോ. ഇത് ചെറിയൊരു ഹോളാണ്, കാരണം പഴയകാല വീടാണ്. ആ വീടിന്ന് അവർ റിനോവേറ്റ് ചെയ്ത് എടുത്താണ്. അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയാണ് കേട്ടോ. ഇതൊരു ചെറിയൊരു റൂമൊക്കെയാണ്, ഒരു ഓഫീസ് റൂമാട്ടത്. പിന്നെ നമുക്ക് ഗസ്റ്റിനൊക്കെ താമസിക്കാനുള്ള റൂം ഇതിൻ്റെ അകത്താട്ടോ. വാ, സാധാരണ നോർമലി നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത് ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെ കട്ടിലൊക്കെ അറേഞ്ച് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഇതൊരു ഹോളുണ്ട്, ഇവിടെ ചെറിയൊരു ഹോൾ ഇവിടെ ഉണ്ട്. ഇതൊരു കിച്ചൺ ഏരിയ ആണ്. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ആയി വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഗസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങണുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞായിരിക്കും കൂടുതലും ഗസ്റ്റുകളൊക്കെ വരുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളായിരിക്കും ആദ്യമായിട്ട് വന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഇതുണ്ടോ, ഇതാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു വലിയ ലക്ഷറി സെറ്റപ്പിലുള്ളൊരു താമസമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മുടെ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ അയവിറക്കി നിങ്ങൾക്ക് ഇവിടെ വിശാലമായിട്ട് വന്ന് അടിച്ചു പൊളിച്ച് പാട്ടോ മ്യൂസിക്കോ ഡാൻസ് എന്ത് വേണം ചെയ്തിട്ട് താമസിക്കാൻ ആരുടെ ഒരു ശല്യം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം അതാണ്. പറമ്പിൽ മൊത്തം കൃഷി ചെയ്തേക്കുന്ന റെംബൂട്ടാനുണ്ട്, പ്ലാവുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട്. ഏരിയയുടെ ഈ വീടിരിക്കുന്ന ഒരു സ്ഥലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. നമുക്കിവിടെ എത്ര നേരം വന്നിരുന്നാൽ ഇപ്പോഴത്തെ സമയം ഒരു 8:15 കേട്ടോ. ഇങ്ങനെ സൂര്യനിങ്ങനെ ഉദിച്ച് വന്ന സമയമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും നല്ല തീർ വൈബാട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇവിടെ കുറേ നല്ല കിടിലൻ ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളൊക്കെ പോയി നമുക്കൊന്ന് കാണാം കേട്ടോ. നമുക്കിനി ഇവിടെ അടുത്ത് കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. കോട്ടപ്പാറ, ആനയടിക്കുത്ത്, അങ്ങനെ മുണ്ടൻമുടി, അങ്ങനെ പറഞ്ഞ് കുറേ നല്ല ഗ്രാമങ്ങളുണ്ട്. നമുക്കതൊക്കെ ഒന്ന് പോയി കാണാം. പോകുന്ന ഈ ചേട്ടൻ ഒരു പജീറാണ് കേട്ടോ. ഈ പജീറയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഓഫ് റോഡിംഗ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ തൊട്ടടുത്തുള്ള കുറച്ച് കുന്നുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പജീറ കയറി ആ ഒരു സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യാം. എൻ്റെ ചാനൽ തന്നെ നിങ്ങൾക്ക് പോയി നോക്കി അറിയാം ഞാൻ ചെയ്തിട്ടുള്ള ഗ്രാമങ്ങളിലെ ഒരു ഭംഗിയൊക്കെ. കാരണം ഇടുക്കി ജില്ലയിൽ അത്രമാത്രം ഗ്രാമങ്ങളുണ്ട് നമ്മൾ കാണാത്തതായിട്ടുള്ള. മാസങ്ങളോളം യാത്ര ചെയ്താലും തീരാത്തത്ര ഗ്രാമങ്ങൾ ഇടുക്കി ജില്ലയ്ക്ക് സ്വന്തമാണ്. നമ്മുടെ കോട്ടപ്പാറയ്ക്കുള്ള വഴി മൊത്തം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കട്ടോ, ഫുള്ളായിട്ട് കണ്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു ഓഫ് റോഡായിട്ട് നമുക്ക് വേണമെങ്കിൽ കോട്ടപ്പാറയ്ക്ക് പോകട്ടോ. അടിപൊളിയാണ്. ഇതുപോലെയുള്ള വലിയ വലിയ ഹെയർപിൻ വളവുകൾ കയറിയാണ് നമ്മൾ കോട്ടപ്പാറയ്ക്ക് പോകുന്നത്. ഈ ഒരു വഴി നേരെ ചെല്ലുന്നത് മുള്ളരിങ്ങാടിനാട്ടോ. മുള്ളരിങ്ങാട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കോട്ടപ്പാറയുടെ മുകളിൽ ചെന്നാൽ, അതായത് മൂന്നാറിലെ മീശപ്പുലി മലയിലുള്ള പോലെ തന്നെ ക്ലൗഡ് ബെഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഈ ഒരു കോട്ടപ്പാറയിലേക്ക് വരുന്നത്. അത് നല്ല മഴക്കാലത്തൊക്കെ മാത്രമേ ഉള്ളൂ അങ്ങനെ ക്ലൗഡ് ബെഡ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ വേറൊരു വിഷ്വൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. അന്നേരം ചെറിയ ചെറിയ രീതിയിലുള്ള ക്ലൗഡ് ബെഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിരാവിലെ ഒരു 6 മണിക്കൊക്കെ വന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ, മഴക്കാലത്തൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ തന്നെ. പിന്നെ ഈ കോട്ടപ്പാറ മലയുടെ മേളിൽ കയറുന്ന നമുക്ക് ഈ ഒരു വണ്ണപ്പുറം സിറ്റി മൊത്തം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ തൊട്ട് പുറകിലായി കാണപ്പെടുന്ന ഈ ഒരു മലമേ ഇങ്ങനെ കിടക്കും കേട്ടോ കോട്ടപ്പാറ മല. അപ്പോൾ ഇതിൻ്റെ അടിവാരത്തിൽ പല പല നല്ല സ്ഥലങ്ങളുണ്ട്. കാറ്റാടിക്കടവെന്ന് പറഞ്ഞൊരു വലിയ മലയാണ് ഇതിൻ്റെ തൊട്ട് പുറകിൽ കാണുന്നത്. നമുക്കിനി ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാം. കോട്ടപ്പാറ വന്നാണ്ടല്ലോ ഇപ്പോൾ മലനിരകൾ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി മുള്ളരിങ്ങാട്. ഈ ഒരു ഏരിയയിലൊക്കെ ഇന്നാളെ ഈ മുള്ളരിങ്ങാട് ഭാഗത്ത് കുറച്ച് വനമേഖല കേട്ടോ. ആ വനമേഖലയിൽ നിന്നൊക്കെ ആനകളൊക്കെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തോട്ടൊക്കെ വന്നതൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടോ, താഴേന്ന് കയറി. ചിലപ്പം ഭാവിയിലൊക്കെ ഒരുപക്ഷെ ആനകളൊക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലം കേട്ടോ. എന്തായാലും ഒരുപാട് മലനിരകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ ഒരു കോട്ടപ്പാറ അല്ലെങ്കിൽ മുള്ളരിങ്ങാട് ഗ്രാമമൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ചുറ്റും ഈ കൂപ്പുകളാണ്, തേക്കൻ കൂപ്പുകൾ ഒരുപാടുണ്ട് ഫോറസ്റ്റിൻ്റെ. അപ്പോൾ അങ്ങനെ അവിടെ കുറേ ആനകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇടുക്കി വനത്തിൽ മാത്രം കണ്ടിരുന്ന ആനകളൊക്കെ ഇങ്ങോട്ട് കയറി നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഈ ഉടുമ്പന്നൂർ ഭാഗത്ത്, ഉടുമ്പന്നൂർ വില്ലേജിൽ എവിടെ ആയിട്ടാ വന്നത്, നന്നാന തൊമ്മങ്കുത്ത് ഭാഗത്തൊക്കെ വന്നായിരുന്നു കേട്ടോ. അതെ അല്ലേ, ആ. പക്ഷെ ഞാനൊക്കെ പണ്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങ് വന്നേയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നാടിൻ്റെ കാഴ്ചകളാണ് ശരിക്കും നമുക്കൊരു
പക്കാ നാട്ടിൻപുറത്തോടെയുള്ള കാഴ്ചകളെ കണ്ട് ഇതിലേക്കടെ ഇങ്ങനെ പോകട്ടോ. നമ്മൾ ആ ഹോം സ്റ്റേയിൽ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ അടിപൊളിയാട്ടോ. ഈ റൂട്ടിലുള്ള ഹെയർപിൻ വളവുകൾ നിങ്ങൾ സൂക്ഷിച്ച് വന്നില്ലെങ്കിലുണ്ടല്ലോ വളരെയേറെ അപകടം നിറഞ്ഞ കേട്ടോ. കാരണം നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ ഭയങ്കര കുത്തനെയുള്ള ഇറക്കമുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇറക്കത്തിലൂടെ പോകുമ്പം വളരെ സൂക്ഷിച്ച് വേണേൽ പോകാൻ. നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറേ നല്ല ഗ്രാമങ്ങളുണ്ട്, നല്ല ഇടവഴികളുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിനി പോകുന്നത് മുണ്ടൻമുടിയാണ്. മുണ്ടൻമുടി പള്ളിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ആനടിക്കുത്തിലേക്ക് യാത്ര ചെയ്യാം. അത് മുണ്ടൻമുടി തന്നെ ഒരു വഴിയുണ്ട് അങ്ങോട്ട് പോകാനുള്ള. നമുക്ക് ആ വഴി കൂടെ പോകാം. ഇത് പുതിയതായിട്ട് വന്നൊരു വഴിയാണ്. നമ്മൾ ശരിക്കും ഇപ്പോൾ വണ്ണപ്പുറം കൂടി നേരെ ഇത് ചേലച്ചൂട് ഇടുക്കിക്ക് പോണ വഴി കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു മുണ്ടൻമുടി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മലകളുടെ ഒരു ഗ്രാമമാണ്. നമ്മൾ കണ്ടില്ലേ, അതാണ് കോട്ടപ്പാറമല. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വന്നത്. ആ കോട്ടപ്പാറമല നേരെ കണക്ട് ചെയ്ത് നമ്മുടെ കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞൊരു മലമുകളുണ്ട്. ആ മലയുടെ മുകളിലോട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മുണ്ടൻമുടിയൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു പള്ളി ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പള്ളിയാട്ടോ. നല്ല രസമാണ്. ഒരു മലയുടെ അടിവാരത്തിലാണ് ഈ ഒരു പള്ളി ഇരിക്കുന്നത്. അതായത് നമ്മുടെ കോട്ടപ്പാറമലയുടെ അടിവാരത്തിലിരിക്കുന്നതാണ് മുണ്ടൻമുടി പള്ളി, സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ടൻമുടി. അപ്പോൾ എന്തായാലും ആ ഒരു പള്ളി ഇതിലേക്കിടെ KSRTCക്കോ അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ഒന്നും നോക്കാത്തവരെ ആരും കാണില്ല കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവിടെ വന്നാൽ ഈ ഒരു മുണ്ടൻമുടി ഗ്രാമം തന്നെ അത്യാവശ്യം ഒന്ന് കാണാൻ കേട്ടോ. ഒന്ന് നല്ലൊരു ഡ്രൈവാണ്. അപ്പോൾ നമ്മുടെ അവരുടെ തന്നെ വണ്ടിയുണ്ട്. ആ വണ്ടിക്ക് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ ഈ ഗ്രാമങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ട്രക്കിംഗ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ഇവിടുന്ന് ആനയടിക്കുത്തുന്നൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ആനയടിക്കുത്തിലോട്ട് വരുന്ന വെള്ളമൊക്കെ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു മുണ്ടൻമുടി മലയ്ക്ക് മുകളിൽ നിന്ന് വരുന്ന തോട്ടിൽ നിന്നുള്ള വെള്ളമായിട്ട് പറഞ്ഞത്. നമ്മുടെ ഓപ്പോസിറ്റ് ആ കാണുന്ന മലയുണ്ടല്ലോ, ആ മല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ താഴ്വശമാണ് ആനയടിക്കുത്ത്. അപ്പോൾ നേരെ നമുക്ക് ഇനി ഇതിലേക്കൂടെ ഒരു വഴിയുണ്ട്. ആ വഴിക്കൂടെ നേരെ നമുക്ക് ആനയടിക്കുത്തിലേക്ക് യാത്ര ചെയ്യാം. വാ, അങ്ങോട്ട് പോവാം. ഇത് നേരെ നമ്മൾ ഇടുക്കി പോകുന്ന വഴി കേട്ടോ. നമ്മൾ റൈറ്റിലോട്ട് പോകും. നേരെ ആനയടിക്കുത്തിനുള്ള വഴിയാണ്. 5-6 മാസം അല്ലെ 1 വർഷമൊക്കെ താഴെ ആയുള്ളൂ ഈ വഴി ഇങ്ങനെ പണിതിട്ട്. പണ്ട് ഇതിലെ മൊത്തം ഓഫ് റോഡായിരുന്നു, ഫുള്ള് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. ഇത് പുതിയതായിട്ട് പണിതിട്ടുള്ള വഴിയാണ് കേട്ടോ. എന്നാലും ഇവിടെയുള്ള ആളുകൾക്ക് വളരെ ഉപകാരമായിട്ട് ഈ വഴി പണിതേ. പിന്നെ ഇങ്ങനെയുള്ള ഉൾഗ്രാമമുണ്ട് ഇവിടെ, കുറേ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കയറി താമസിക്കുന്ന സ്ഥലം. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ വന്ന വഴിയുണ്ട്, മുണ്ടൻമുടി നേരെ ഇറങ്ങി ഇങ്ങ് വരുവാട്ടോ. ഇത് അത്യാവശ്യം ആളുകൾക്ക് അത്ര പരിചയമില്ലാത്തൊരു വഴിയായിരിക്കും ഈ ഒരു ഗ്രാമം. കണ്ടോ, നമ്മുടെ പുറകെ കാണുന്ന മല കണ്ടോ, അതാണ് കാറ്റാടിക്കടവ് എന്ന് പറയുന്ന വലിയ മല. കണ്ടോ, ആ മല ഇറങ്ങിയാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. കണ്ടോ, നമ്മുടെ പജീറ ഇവിടെ കിടക്കുന്നു. ഇതിപ്പോൾ ഇവിടെ ഓരോ പാലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനുള്ള കുറേ പാലങ്ങളൊക്കെ പണിത് വരുമ്പോൾ തന്നെ ഈ വഴി കംപ്ലീറ്റ് ആവും കേട്ടോ. എന്നാലും ഈ വഴി വരുമ്പോൾ തന്നെ ഇവിടെ ഫുള്ളായിട്ട് ഒരു വികസനത്തിൻ്റെ പാതയിലായിരിക്കും കേട്ടോ. അതാണ് നല്ല അത്യാവശ്യം നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഇത്. കാരണം അവിടെ മൊത്തം മലയാണ്. ആ മലകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ താഴത്തോട്ട് വരാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. പണ്ട് ഇതുപോലത്തെ മൺ റോഡായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടം വരെയാണ് ടാറിട്ടങ്ങനെ. ഈ പാലത്തിൻ്റെ പണിയൊക്കെ തീർന്നാൽ ഫുള്ള് ടാറിങ് ഒക്കെ അടിപൊളിയാകും. മുണ്ടൻമുടി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന തോട്ടിൽ നിന്നാണ് ആനയടിക്കുത്തിലോട്ട് വെള്ളം വരുന്നത്. വർഷകാലത്ത് മാത്രമേ ഉള്ളൂ നല്ല വെള്ളമുള്ളൂ കേട്ടോ. നമുക്കതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആ കാണുന്ന വലിയ പാറയില്ലേ, ആ പാറയുടെ ഇടുക്കിയിലാണ് ആനയടിക്കുത്ത്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ വന്നേക്കുന്നത് ഇപ്പോൾ ആനയടിക്കുത്തിലാട്ടോ. ആനയടിക്കുത്ത് എന്നൊക്കെ പറയും കേട്ടോ. ഇവിടെ ഫുള്ള് പാറയാണ്. ഈ പാറയ്ക്ക് അങ്ങ് മുകളിലായിട്ട് ആളുകൾ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരാറില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു വെള്ളമുള്ള സമയത്താണെങ്കിൽ ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് സഞ്ചാരികൾ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ആനയടിക്കുത്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വർഷകാലത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഈ പാറയാണ്. പാറ ഇങ്ങനെ തെന്നിപ്പോകുന്ന പാറ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, താഴത്തോട്ട് പോകുമ്പോൾ കണ്ടോ, അത് അവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ അവിടെ കുളിക്കുന്നുണ്ട്. എന്തായാലും കിടിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ ഈ ആനയടിക്കുത്തിൻ്റെ മേളിൽ നിന്നുള്ള വെള്ളം തന്നെ എവിടെ നിന്നാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഈ വീഡിയോ കണ്ടപ്പം. അങ്ങ് മലയുടെ മേളിൽ നിന്ന്, ആ മലയ്ക്ക് മുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ താഴത്തോട്ട് ഇറങ്ങി വന്നത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയുടെ ഗ്രാമങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ഒറ്റ ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല രസമുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. ചെറിയ ചെറിയ കുഴികളുണ്ടോ അവിടെ മേളിലായിട്ട്, ആ കുഴികളൊക്കെ നമുക്ക് ചാടി കുളിക്കാവുന്ന സ്ഥലങ്ങളാട്ടോ. അപ്പോൾ എന്തായാലും വെള്ളം എപ്പോഴും നമുക്ക് ഒരു അപകടമുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ നീന്തലൊക്കെ അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ ഇറങ്ങുള്ളൂ. പിന്നെ ഈ ആനയടിക്കുത്തിൽ കുഴപ്പമില്ല, കാരണം വെച്ചാൽ അത്ര ആഴമൊന്നുമില്ല. പക്ഷേ പാറക്കല്ലുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ഇറങ്ങുമ്പോൾ. നമ്മളെ കൂടെ തന്നെ
ആരാണ് അവർ പറയുന്ന പോലെയൊക്കെ കേട്ടിട്ട് വേണം കേട്ടോ വീഡിയോയിൽ പോകാൻ വേണ്ടി. ഒരിക്കലും നമ്മളൊരു ബ്ലോഗർ അല്ലെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്തും പോയി അങ്ങനെ ചാടരുത്. നമ്മളെപ്പോഴും അല്ല പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ എല്ലായിടത്തും ഒരു മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഏതൊരു സ്ഥലത്ത് പോയാലും അപകടമുണ്ട്. അപ്പോൾ നമ്മളാണ് അപകടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരും അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഒരു സഞ്ചാരിയായിട്ട് മാത്രം നമ്മൾ ട്രാവൽ ചെയ്യുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പുറത്തൊരു ബാത്റൂമൊക്കെ ഉണ്ട്. നമുക്ക് തുറന്നു നോക്കാം ബാത്റൂമിൻ്റെ ഒക്കെ. അത്യാവശ്യം നാടൻ രീതിയിലുള്ള ഇന്ത്യൻ ക്ലോസറ്റൊക്കെയാണ്. വൈകിട്ട് നമുക്കിത് ഈ ഒരു മതിലയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് എന്നാ പറഞ്ഞേ നമ്മുടെ കാപ്പിയെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം കേട്ടോ. ഈവനിങ്ങിലൊക്കെ തൊട്ടടുത്ത് വനമൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് കിളികളുടെ ശബ്ദവും ഒരു പ്രത്യേക വൈബാട്ടോ. അത് നിങ്ങൾ ശരിക്കും ഇവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഞാൻ എടുത്തു പറയുന്നു. എനിക്ക് അല്ലെങ്കിൽ പഴയ തറവാടുകളല്ലേ പഴയ വീടുകളൊക്കെ ഇങ്ങനെ പുനർനിർമ്മിച്ചേക്കുന്നതും റിനോവേറ്റ് ചെയ്തൊക്കെ എടുത്തേക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു രീതിയിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര ലക്ഷറി ആയിട്ടോ അല്ലെ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണേക്കാളും നമുക്കൊരു സുഖം കിട്ടും ഇവിടെ താമസിക്കുമ്പോൾ കേട്ടോ. ഉള്ള സൗകര്യത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഞാൻ ഉറപ്പ് തരുന്നു കേട്ടോ. പിന്നെ വളരെ എന്നാ പറഞ്ഞത് ഇവിടുത്തെ ചേട്ടന്മാരാണെങ്കിലും വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ അവർക്ക് ക്യാമറയ്ക്ക് മുന്നേ ഒന്ന് സംസാരിക്കാനൊക്കെ അത്ര ചമ്മലുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവരെ അങ്ങനെ കാണിക്കാതെ കേട്ടോ. എന്തായാലും കിടിലൻ വൈബ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ചേട്ടൻ കപ്പയും മീൻകറിയും ചിക്കനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് കഴിച്ചിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇതുണ്ടോ ഈ പ്രോപ്പർട്ടിയിൽ ബേറാപ്പളുണ്ട് ഇഷ്ടം പോലെ കേട്ടോ. ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇളക്കി കേട്ടോ കിടലുണ്ട്. പിന്നെ കടുകൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി. അപ്പോൾ അതിന് കൂട്ടാനുള്ളത് ഈ കറികളും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആട്ടോ. ചിക്കന് എന്നാലും മീനിനെ ഇളക്കി എന്നാലും സെറ്റാക്കിയിട്ടുണ്ടോ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ രാത്രിയിൽ. രാത്രിയിൽ ഒരു എന്നാ പറയുക ഒരു ആംബിയൻസൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇവിടെ വന്നോട്ടോ. ആ ഒരു കാര്യത്തിൽ ഇത് ഈ ഒരു പഴയ തറവാട് അടിപൊളിയാണ്. ഇത്രയും വിജനമായിട്ടുള്ള ഏരിയയിൽ നിങ്ങൾ ആലോചിക്കുക. ഒരു 5 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കലി ഇവിടെ തൊട്ടടുത്ത വീടുകളൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടന്മാർക്ക് ഒരുപാട് കഥകളുണ്ട് പറയാൻ പണ്ടത്തെ. നല്ല രസം അവരോട് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ. അടുത്ത് വനമുള്ളതുകൊണ്ട് ഒരുപാട് പരുന്തുകളൊക്കെ ഉള്ള ചേക്കേറുന്ന സ്ഥലമാട്ടത്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ മനുഷ്യൻ്റെ രീതിയിൽ കരയുന്നൊരു കൊള്ളിയാൻ എന്നൊക്കെ പറഞ്ഞൊരു കരച്ചിൽ ഉള്ളൊരു പരുന്തുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ചേട്ടൻ പറഞ്ഞത് ആൺപരുന്ത് ഇണയെ വിളിക്കാൻ വേണ്ടി കരണയാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അതിനെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇത് രാത്രിയിലാണ് ഇണയെ വിളിക്കണമെന്ന് പറഞ്ഞത്. ഭയങ്കര ഒരു മനുഷ്യരിങ്ങനെ അലറും പോലെയാണ് കരയണത്. ചിക്കനൊക്കെ ഉണ്ട് നമുക്ക് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും അല്ലേ. നാടൻ കേരള ഫുഡെല്ലാം ഉണ്ടാക്കി തരും. ചൈനീസ് ഡിഷൊക്കെ വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്നെ ആയും അതില്ലെന്ന് പറയും അല്ലേ. അതന്നെ അതില്ലെന്ന് പറയും. അപ്പോൾ നമ്മുടെ വീട്ടിലെങ്ങനെയാണോ നിങ്ങൾ ഫുഡ് കഴിക്കണം ആ ഒരു രീതിയിലുള്ള ഫുഡാണ് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്താണ് കേട്ടോ. അതാണ് കൂടുതൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ താഴെ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ പറയും ഏതൊക്കെ ഫുഡാണ് അവൈലബിൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് എല്ലാവരും വരിക. പിന്നെ നിങ്ങളെങ്ങോട്ടെങ്കിലും ട്രെക്കിങ്ങിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ തന്നെ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കേൾക്കും കേട്ടോ. പാറയാണ്, തെന്നി വീണ സ്ഥലമുണ്ട്, തോടുണ്ട്, കുന്നുകളുണ്ട്. അവിടെയൊക്കെ വീഴാതെ ഇരിക്കുക കേട്ടോ. എല്ലാവരും വളരെ സൂക്ഷിച്ച് മാത്രം യാത്ര ചെയ്യുക. അപ്പോൾ അതൊക്കെയുള്ളൂ നമുക്ക് കൂടുതലായിട്ടും പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫുഡ് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഫുഡിങ്ങിനോട് കൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നാട്ടിലെ നല്ലൊരു കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.